ഫ്രണ്ട്സ്, യോ ക്രോഷയുടെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡോൾ ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായി ഞാനിവിടെ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചെയ്യാനും വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പൊ നമ്മൾ ഈ ഡോളിന് വേണ്ടിയുള്ള ഒരു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഈ ഡോളിന്റെ ഡ്രസ്സിന് വേണ്ടി ഞാനിവിടെ ഹാഫ് ഡബിൾ ക്രോഷേസിന്റെ 5 റോസ് ചെയ്തിട്ടുണ്ട്. 6ാമത്തെ റോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് 22 ചെയിൻ ഫൗണ്ടേഷൻ ചെയിൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. 22 ചെയിനും പ്ലസ് 2 റിട്ടേണിംഗ് ചെയിനും ചെയ്ത് ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്ത് 5 റോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 6ാമത്തെ റോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അളവ് അറിയാനായിട്ട് ജസ്റ്റ് ഡോളിന് ചുറ്റും ഇതുപോലെ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് എത്താൻ പാകത്തിനുള്ളത് അളവെടുത്ത് ചെയ്താൽ മതിയാവും. ചെസ്റ്റിന്റെ പോർഷനായ വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാൻ 6ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. 7 ഹാഫ് ഡബിൾ ക്രോഷേസ് ചെയ്തിട്ടുണ്ട്. 8ാമത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തു. 9ാമത്തേലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ 6 ഡബിൾ ക്രോഷയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാം ആ ഒരു സ്പേസിൽ തന്നെ. അപ്പൊ ഞാനിവിടെ 6 ഡബിൾ ക്രോഷേസ് വർക്ക് ചെയ്തു. നെക്സ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഞാൻ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ച്. ഇത് ഫസ്റ്റ് സൈഡിലുള്ളതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സൈഡിലേക്കും വീണ്ടും ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് 6 ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അപ്പോൾ 6 ഡബിൾ ക്രോഷേ ചെയ്തു. തൊട്ടടുത്ത സ്പേസ് സ്കിപ്പ് ചെയ്ത് അടുത്തതിൽ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് വർക്ക് ചെയ്യുന്നത്. ആ എൻഡിൽ എത്തണ വരെ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച്. നെക്സ്റ്റിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ കളർ ചേഞ്ച് ചെയ്ത് ഒരു ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച്, സിംഗിൾ ക്രോഷേസിലും ഡബിൾ ക്രോഷേസിലും എല്ലാത്തിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനിലേക്കാണ്, അതായത് ഫ്രോക്കിൻ്റെ ലോവർ പോർഷനിലേക്കാണ് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ വീണ്ടും ആ സെയിം ബോർഡർ കൊടുത്ത അതേ കളർ വെച്ചാണ് താഴെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ വെച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ചെയിൻ 3 വെച്ച് ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ വെച്ച് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത റൗണ്ട് തൊട്ട് നമ്മൾ റൗണ്ട്സിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ജോയിൻ ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത റൗണ്ടിനായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത ആ സെയിം സ്പേസിൽ ചെയിൻ 3. ഈ ചെയിൻ 3 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ആയിരിക്കും. ഇനി നമ്മൾ വീണ്ടും 3 ചെയിനും കൂടി ചെയ്യും. വീണ്ടും ആ സെയിം സ്പേസിൽ നമ്മളൊരു ഡബിൾ ക്രോഷേ. ഇത് നമ്മുടെ വി സ്റ്റിച്ച് ആണ്. ഡബിൾ ക്രോഷേ, ചെയിൻ 3, ഡബിൾ ക്രോഷേ. ഇനി ഒരു സ്പേസ് സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ. വീണ്ടും ചെയിൻ 3, ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് അവിടെ നമ്മൾ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ചെയിൻ 3, ഒരു സ്പേസ് സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്തതിൽ വീണ്ടും സിംഗിൾ ക്രോഷേ. ഇനി വീണ്ടും നമ്മൾ ഒരു സ്പേസ് സ്കിപ്പ് ചെയ്ത് അടുത്തതിൽ ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷേ, നമ്മുടെ വി സ്റ്റിച്ച്, ഡബിൾ ക്രോഷേ, ചെയിൻ 3, സെയിം സ്പേസിൽ ഡബിൾ ക്രോഷേ. അപ്പോൾ ഡബിൾ ക്രോഷേ, ചെയിൻ 3, ഡബിൾ ക്രോഷേ. വീണ്ടും തൊട്ടടുത്ത സ്പേസ് സ്കിപ്പ് ചെയ്ത് സിംഗിൾ ക്രോഷേ. ഈ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ ഈ റൗണ്ടിൽ ഫോളോ ചെയ്യാൻ പോകുന്നത്. അതായത് വി സ്റ്റിച്ച്, സിംഗിൾ ക്രോഷേ, ചെയിൻ 3, സിംഗിൾ ക്രോഷേ, അതും
3 വീണ്ടും വി സ്റ്റിച്ച്, ചെയിൻ 3, വി സ്റ്റിച്ച് കഴിഞ്ഞ് ഒരു സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞ് ഓരോ സ്പേസ് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയിൻ 3 ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ചെയിൻ 3 സ്പേസ് ഉണ്ടായിരിക്കുന്നതാണ്. വീണ്ടും തൊട്ടടുത്ത സ്പേസ് സ്കിപ്പ് ചെയ്ത് നമ്മൾ വി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ, ചെയിൻ 3, ഡബിൾ ക്രോഷ്യ. ആ ഡബിൾ ക്രോഷ്യകൾ രണ്ടും ഒരേ സെയിം സ്പേസിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ റൗണ്ടിൻ്റെ എൻഡിൽ എത്താറായിട്ടുണ്ട്. വി സ്റ്റിച്ച് ചെയ്തു, തൊട്ടടുത്ത സ്പേസ് സ്കിപ്പ് ചെയ്ത് സിംഗിൾ ക്രോഷ്യ, ചെയിൻ 3, വീണ്ടും ഒരു സ്പേസ് സ്കിപ്പ് ചെയ്ത് സിംഗിൾ ക്രോഷ്യ, ചെയിൻ 3, ഒരു സ്പേസ് സ്കിപ്പ് ചെയ്ത് സിംഗിൾ ക്രോഷ്യ. ആദ്യം ചെയ്ത ചെയിൻ 7ൽ മൂന്നാമത്തെ ചെയിൻ, അത് 1 2 3 മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ ചെയിൻ 3 സ്പേസിലേക്ക് ഒന്ന് എത്തിയിട്ട് അവിടെയാണ് ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 3, ഇത് നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ആയിരിക്കും. ആ സെയിം സ്പേസിൽ നമ്മൾ 8 ഡബിൾ ക്രോഷ്യേസും കൂടിയാണ് ചെയ്യുന്നത്. ടോട്ടൽ 9 ഡബിൾ ക്രോഷ്യേസ്, എല്ലാം ആ ഒരു സെയിം സ്പേസിൽ. അപ്പം നമുക്കിവിടെ 9 ഡബിൾ ക്രോഷ്യേസ് ആയിട്ടുണ്ട്. 8 ഡബിൾ ക്രോഷ്യം, 9ാമത്തെ നമ്മുടെ ചെയിൻ 3. ഇനി നമ്മൾ ആദ്യം ചെയ്ത ചെയിൻ 3യുടെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. വീണ്ടും ചെയിൻ 3, അടുത്ത ചെയിൻ 3 സ്പേസിൽ സിംഗിൾ ക്രോഷ്യ. ഇനി വീണ്ടും നമ്മൾ ആ വി സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ 9 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഈ രീതിയിലായിരിക്കും ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. 9 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 സ്പേസിൽ സിംഗിൾ ക്രോഷ്യ. ഈ രീതിയിലായിരിക്കും നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. വി സ്റ്റിച്ചിനുള്ളിൽ 9 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യയുടെ ചെയിൻ 3 സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ, വീണ്ടും ചെയിൻ 3 സിംഗിൾ ക്രോഷ്യ. അപ്പം അങ്ങനെ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നമ്മളിവിടെ റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ചെയിൻ 3 ചെയ്ത് ചെയിൻ 3 സ്പേസിൽ സിംഗിൾ ക്രോഷ്യ, ആദ്യം ചെയ്ത ആ ചെയിൻ 3യുടെ മൂന്നാമത്തെ ചെയിൻ്റെ മുകളിൽ, അതായത് 9 ഡബിൾ ക്രോഷ്യ വരണോടത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത റൗണ്ടിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 3, വീണ്ടും ഒരു ചെയിൻ 3 കൂടി, എന്നിട്ട് ഈ മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്ത് പുള്ള് ചെയ്തെടുക്കുക. തൊട്ടടുത്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഡബിൾ ക്രോഷ്യ, വീണ്ടും ചെയിൻ 3 ചെയ്ത് മൂന്നാമത്തെ ചെയിൻ്റെ മുകളിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്ത് 2 ലൂപ്പ് ഉണ്ടാവും, 2 കൂടെയും ഒരുമിച്ച് പുള്ള് ചെയ്തെടുക്കാം. ഡബിൾ ക്രോഷ്യ, തൊട്ടടുത്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഡബിൾ ക്രോഷ്യ, ചെയിൻ 3, മൂന്നാമത്തെ ചെയിൻ 3യുടെ മുകളിൽ മൂന്നാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇത് നമുക്ക് എൻഡ് വരെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് 9 ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ ചെയിൻ 3യുടെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചെയിൻ 3യുടെ സ്പേസിൽ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഡബിൾ ക്രോഷ്യ, ചെയിൻ 3,
മൂന്നാമത്തെ ചെയിൻ്റെ മുകളിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. വീണ്ടും തൊട്ടടുത്ത ഡബിൾ ക്രോഷയുടെ മുകളിൽ ഡബിൾ ക്രോഷ. ഈ രീതിയിൽ നമ്മൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ചെയിൻ 3യുടെ മുകളിൽ സിംഗിൾ ക്രോഷയും ചെയ്തു. അപ്പോൾ നമ്മളിവിടെ റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. 9 ഡബിൾ ക്രോഷേസ് തീർത്തു. ഇടയ്ക്ക് ചെയിൻ 3 വെച്ച് പീക്കോ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചെയിൻ 3 സ്പേസിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യാം. ആദ്യം ചെയ്ത് ആ ചെയിൻ 3യുടെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ചെയ്യാനായിട്ട് ബേസിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 3. ഈ ചെയിൻ 3 നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷേ ആയിരിക്കും. വീണ്ടും ഒരു ചെയിൻ 3. ഇപ്പോൾ ഡബിൾ ക്രോഷേ ചെയിൻ 3 ആയിട്ടുണ്ട്. ഇനി അടുത്ത ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്ത ഡബിൾ ക്രോഷേയിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ആണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. വീണ്ടും ചെയിൻ 3 ചെയ്ത് 1.5 സ്റ്റിച്ചുകളിലാണ് നമ്മൾ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ വർക്ക് ചെയ്യുന്നത്. ഈ റൗണ്ട് ഇങ്ങനെയാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. ചെയിൻ 3 1.5 സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ. അടുത്തത് സ്കിപ്പ് ചെയ്യുക. ലാസ്റ്റ് ഡബിൾ ക്രോഷയുടെ മുകളിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ. ഇനി ഈ സിംഗിൾ ക്രോഷേ സ്കിപ്പ് ചെയ്ത് വീണ്ടും ആദ്യത്തെ ഡബിൾ ക്രോഷയുടെ മുകളിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ വർക്ക് ചെയ്യും. ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ. ഈ രീതി ചെയിൻ 3 ചെയ്ത് 1.5 സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ്. ഇപ്പോൾ നമ്മളിവിടെ റൗണ്ടിൻ്റെ എൻഡിൽ എത്താറായിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഡബിൾ ക്രോഷയുടെ മുകളിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ. നമ്മൾ ആദ്യം ചെയ്ത ചെയിൻ 6ൻ്റെ മൂന്നാമത്തെ ചെയിൻ്റെ മുകളിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു റൗണ്ട്സാണ് നമ്മളിനി എത്ര ലെയേഴ്സ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അത് റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത റൗണ്ടിന് വീണ്ടും നമ്മൾ ചെയിൻ 3 ആദ്യത്തെ ഡബിൾ ക്രോഷേ ആയി ഡബിൾ ക്രോഷേ ചെയിൻ 3 ഡബിൾ ക്രോഷേ. ആ ഡബിൾ ക്രോഷേ ഈ 2 ഡബിൾ ക്രോഷേകൾക്ക് ഇടയിൽ, അതായത് നമ്മൾ സിംഗിൾ ക്രോഷയുടെ മുകളിലാണ് ഡബിൾ ക്രോഷേ വർക്ക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വി സ്റ്റിച്ചായി. തൊട്ടടുത്ത സ്പേസിൽ സിംഗിൾ ക്രോഷേ ചെയിൻ 3 സിംഗിൾ ക്രോഷേ. ചെയിൻ 3 സിംഗിൾ ക്രോഷേ ചെയിൻ 3 സിംഗിൾ ക്രോഷേ. ഈ രീതിയിലാണ് നമ്മൾ ഇനി അങ്ങോട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ രണ്ടാമത്തെ റൗണ്ട് തൊട്ട് നമ്മൾ എത്ര ലെയേഴ്സ് വേണോ അതിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ചെയ്യുക, അതിന് ഈ 3 റൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുക. അതായത് വി സ്റ്റിച്ച് വന്ന റൗണ്ട്, 9 ഡബിൾ ക്രോഷയുടെ റൗണ്ട്, പിന്നെ 9 ഡബിൾ ക്രോഷേ അതിനിടയിൽ ഈ പീക്കോസ് ചെയ്തിട്ടുള്ള റൗണ്ട്. ഈ 3 റൗണ്ട്സാണ് നമ്മൾ എത്ര ലെയേഴ്സ് വേണോ അതിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ റൗണ്ടിൻ്റെ എൻഡിൽ എത്താറായിട്ടുണ്ട്. ചെയിൻ 3 ചെയ്ത് തൊട്ടടുത്ത സ്പേസിൽ സിംഗിൾ ക്രോഷേ ചെയ്യാം. നമ്മൾ ഈ 2 ഡബിൾ ക്രോഷേ അടുത്തായിട്ട് ചെയ്തേക്കുന്ന ഈ സ്പേസിലാണ് നമ്മൾ വി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷേ ചെയിൻ 3 ഡബിൾ ക്രോഷേ ആ സെയിം സ്പേസിൽ വി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ ഒരു വരുന്ന സ്പേസുകളിലുമാണ് നമ്മൾ വി സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കി എല്ലാ ചെയിൻ സ്പേസിലും നമ്മൾ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ചെയിൻ 3 സിംഗിൾ ക്രോഷേ. ഈ വി സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയിൻ 3 ചെയ്യുന്നില്ല, ഡയറക്റ്റ് സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. വി സ്റ്റിച്ചിന് മുന്നും ശേഷവും നമ്മൾ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്പേസിലും നമ്മൾ ചെയിൻ 3 ചെയ്യുന്നുണ്ട്. ചെയിൻ 3 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ചെയിൻ 3 സിംഗിൾ ക്രോഷേ. നമ്മളിവിടെ ആ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത 6 ചെയിൻസിൽ മൂന്നാമത്തെ ചെയിൻ്റെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത്
റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇതായിരിക്കും നമ്മുടെ റിപ്പീറ്റേഷൻ റൗണ്ട്സ്. ഇനി വീണ്ടും നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ 9 ഡബിൾ ചെയിൻ 3 8 ഡബിൾ ക്രോഷ്യം പിന്നെ ഈ റൗണ്ടും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര ലെയേഴ്സ് വേണോ അതിനനുസരിച്ച് ഈ റൗണ്ട്സ് റിപ്പീറ്റ് ചെയ്താൽ മതി. അതായത് ഈ ബാക്ക് സ്റ്റിച്ചിലോ ചെയ്ത ഡബിൾ ക്രോഷ്യ റൗണ്ടും അത് കഴിഞ്ഞുള്ള ഈ റൗണ്ട് തൊട്ട് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്താൽ മതി, എത്ര നിങ്ങൾക്ക് ലെയേഴ്സ് വേണം എന്നുള്ളതനുസരിച്ച്. ഈ ചെയിൻ സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ചെയിൻ 3 ചെയ്ത് 8 ഡബിൾ ക്രോഷ്യ ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം തീർത്തിട്ട് എങ്ങനെ ഇരിക്കുന്നു നോക്കാം. അപ്പോൾ നമ്മളിവിടെ റൗണ്ടിൻ്റെ എൻഡിലെത്തി ചെയിൻ 3 ചെയ്ത് ആ ചെയിൻ 3 സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ആദ്യം ചെയ്ത് ചെയിൻ 3യുടെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് നമുക്ക് യാണിനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ 2 ലെയേഴ്സാണ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എത്ര ലെയേഴ്സ് വേണോ അതിനനുസരിച്ച് എണ്ണം കൂട്ടി കൂട്ടി വന്നാൽ മതി. ഈ 4 റൗണ്ട്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയാൽ മതി. അതെ, അപ്പം നമ്മുടെ ഡോളിൻ്റെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കിൽ ടൈ ചെയ്യാനുള്ളതാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ടൈ ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് ഫൗണ്ടേഷൻ ചെയിൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടൺ പിടിപ്പിച്ചാലും മതി. പ്രസ് ബട്ടണോ അല്ലെങ്കിൽ സാധാരണ ബട്ടണോ പിടിപ്പിച്ചാലും മതിയാകും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സിലും ഇടാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.